ഹലോ, വെൽക്കം ടു ലെറ്റ്സ് ക്രാക്ക്. അപ്പോൾ തൊഴിൽ വാർത്തയിലെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 5ലേക്ക് കടക്കാം. സെഫാലോസ്പോറിൻ കൺട്രോൾസ് ബാക്ടീരിയൽ ഗ്രോത്ത് ബൈ ഇൻഹിബിറ്റിംഗ് ഡാഷ് സിന്തസിസ്. സെഫാലോസ്പോറിൻ കൺട്രോൾസ് ബാക്ടീരിയൽ ഗ്രോത്ത് ബൈ ഇൻഹിബിറ്റിംഗ് ഡാഷ് സിന്തസിസ്. സെൽവാൾ ആണ് ആൻസർ. അതായത് സെഫാലോസ്പോറിൻ കൺട്രോൾസ് ബാക്ടീരിയൽ ഗ്രോത്ത് ബൈ ഇൻഹിബിറ്റിംഗ് സെൽവാൾ സിന്തസിസ്. അപ്പം എന്താണ് സെഫാലോസ്പോറിൻസ്? Cephalosporins are a large group of antibiotics derived from the mold Acremonium. Okay, cephalosporins are bactericidal and work in a similar way to penicillins. അപ്പം ആൻറ്റിബയോട്ടിക്സ് ആണ് സെഫാലോസ്പോറിൻസ് എന്ന് പറയുന്നത്. ഇത് ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സെൽവാൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ആൻറ്റിബോഡി വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ സെറം ഈസ്. ആൻറ്റിബോഡി എന്താണെന്ന് നമുക്കറിയാലോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൻറ്റിബോഡീസ് ഉണ്ട്. അതിൽ ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി ഏതാണ്? IgG ആണ്. IgG stands for immunoglobulin G. Okay, it is a type of antibody which representing approximately 75% of serum antibodies in humans, and it is the most common type of antibody found in blood circulation. അപ്പം ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിബോഡി എന്താണ്? ബ്ലഡ് സർക്കുലേഷനിൽ പൊതുവെ കാണപ്പെടുന്ന ആൻറ്റിബോഡി ആണെന്നാണ് പറയുന്നത്. ആൻഡ് IgG ആൻറ്റിബോഡീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻസ് ഫ്രം ബാക്ടീരിയ ആൻഡ് വൈറസസ്. അപ്പം ബാക്ടീരിയാസിൽ നിന്നും വൈറസസിൽ നിന്നുമുള്ള ഇൻഫെക്ഷൻസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് IgG എന്ന് പറയുന്നത്. അപ്പം ഇൻഫെക്ഷനെതിരെ എതിർത്ത് നിൽക്കാൻ കെൽപ്പുള്ള ആൻറ്റിബോഡീസാണ് IgG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ IgMും അങ്ങനെ ഏതൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം വിത്ത് വാട്ടർ. നമ്മൾ എപ്പോഴും ചെറിയ ക്ലാസ്സുകളിലെ കണ്ടുവരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലേ? വെള്ളത്തിലേക്ക് പൊട്ടാസ്യത്തിൻ്റെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഓടി നടന്നിങ്ങനെ കത്തും അല്ലേ? അത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. നമുക്കറിയാം രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? എൻഡോതെർമിക് റിയാക്ഷനും എക്സോതെർമിക് റിയാക്ഷനും. ഇതിൽ പൊട്ടാസ്യം വെള്ളത്തിൽ കത്തുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ദാറ്റ് റിലീസസ് എനർജി ഫ്രം ദ സിസ്റ്റം ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. Okay, usually in the form of heat, but also in the form of light, sound, electricity, etc. അപ്പോൾ എന്താണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ? എനർജി റിലീസ് ചെയ്യുന്നു ആ സിസ്റ്റത്തിൽ നിന്നും അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്. അതാണ് എക്സോതെർമിക്. അപ്പോൾ എൻഡോതെർമിക് എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഐസ് ഉരുകുന്നതൊക്കെ അല്ലേ? അതിൻ്റെ സറൗണ്ടിങ്സ് എപ്പോഴും കൂളായിരിക്കും. എന്നാൽ ഇതിൻ്റെയോ ഈ വിറക് കത്തുക അങ്ങനത്തെ എന്താണ് റിയാക്ഷൻസ് ഒക്കെ എന്തായിരിക്കും? സറൗണ്ടിങ്സിൽ ഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് എക്സോതെർമിക് എന്ന് അറിയാം. അപ്പോൾ പൊട്ടാസ്യം വെള്ളത്തിൽ കത്തുന്നത് ഏതാണ്? എക്സോതെർമിക് ആണ്. ആൻഡ് പൊട്ടാസ്യം മെറ്റൽ റിയാക്ട്സ് വെരി റാപ്പിഡ്ലി വിത്ത് വാട്ടർ ടു ഫോം എ കളർലെസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ? അപ്പോൾ അവിടെ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റിന് വലിയ കളർ ചേഞ്ച് ഒന്നും നമ്മൾ കാണുന്നില്ല. അവിടെ ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ വാതകവുമാണ്. The resulting solution is basic because of the dissolved hydroxide. അപ്പം ഹൈഡ്രോക്സൈഡ് ഉള്ളത് കാരണം ഇത് ബേസിക് നേച്ചറാണ് കാണിക്കുന്നത്. ദ റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴല്ലേ വന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. DNA റെപ്ലിക്കേഷൻ ഒക്കേഴ്സ് ഇൻ. അപ്പം DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഫേസിലാണെന്നാണ് ചോദിക്കുന്നത്. എസ് ഫേസ്. എസ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? സിന്തസിസ് ഫേസ്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നും ന്യൂ സെൽസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് അവിടെ ഈ ഒരു ഫേസിലൂടെയൊക്കെ
DNA കടന്നു പോകണം അല്ലേ, DNA റെപ്ലിക്കേഷൻ നടക്കണം. അപ്പം എസ് ഫേസ് ഓഫ് ദി ഇന്റർഫേസ് ഈസ് റിഫേർഡ് ടു ആസ് ദി സിന്തസിസ് ഫേസ്. ഇൻ ദിസ് ഫേസ് DNA റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ഫോർ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എൻറ്റയർ ജനറ്റിക് മെറ്റീരിയൽ. അപ്പം ഇന്റർഫേസിലെ സിന്തസിസ് ഫേസിലാണ് ഈ റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ നീഡ്സ് ടു ഒക്വർ ബിക്കോസ് എക്സിസ്റ്റിംഗ് സെൽസ് ഡിവൈഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സെൽസ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം DNA റെപ്ലിക്കേഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്? സിന്തസിസ് ഫേസിലാണ് നടക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഹീമോഗ്ലോബിൻ സെർവ് ആസ് primary medium of exchange of dash and dash. Hemoglobin serves as a primary medium of exchange of what? Oxygen. അപ്പം ഹീമോഗ്ലോബിൻ ഫങ്ഷൻസ് ആസ് ദി പ്രൈമറി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹീമോഗ്ലോബിൻ ഈസ് ദ അയൺ കണ്ടെയ്നിങ് oxygen transport metalloprotein present in red blood cells of almost all vertebrates as well as tissue of some invertebrates. അപ്പം നമ്മൾ റെഡ് ബ്ലഡ് സെൽസിലുള്ള ഒരു പ്രോട്ടീനാണ്, അയൺ കണ്ടെയ്നിങ് പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അപ്പം ഹീമോഗ്ലോബിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അതിൻ്റെ ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. വാട്ട് ഈസ് ഇസ്കേമിയ? ഐസ്കേമിയ, ISCHEMIA. ഐസ്കേമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റെസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് സപ്ലൈ ടു ടിഷ്യൂസ്. അതായത് ടിഷ്യൂസിലേക്ക് വേണ്ട രീതിയിൽ ബ്ലഡ് സപ്ലൈ എത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു കണ്ടീഷനെയാണ് സ്കേമിയ എന്ന് പറയുന്നത്. അപ്പം ഐസ്കേമിയ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് ഇൻസഫിഷ്യൻറ്റ് ബ്ലഡ് ഫ്ലോ ടു എ പാർട്ട് ഓഫ് ദി ബോഡി. കാർഡിയാക് ഐസ്കേമിയ ഈസ് ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഓക്സിജൻ ടു ദ ഹേർട്ട് മസിൽ. അപ്പോൾ ഹേർട്ട് മസിലിലേക്ക് ഈ ഒരു ബ്ലഡ് ഫ്ലോ കുറയുകയും, ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ തന്നെ എന്താണ് അവസ്ഥ? ഓക്സിജൻ അളവ് കുറയുക ആ ഭാഗത്ത് അല്ലെ. അതിനാണ് കാർഡിയാക് ഐസ്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷന്റെ പേര് ഓർത്തു വെക്കുക. ബ്ലഡ് ഫ്ലോ വേണ്ട രീതിയിൽ നമുക്ക് ടിഷ്യൂസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ആന്റിബോഡീസ് വിത്തൗട്ട് ആന്റിജനിക് സ്റ്റിമുലസ് ഈസ് കോൾഡ് ആസ്. ആന്റിബോഡീസ് വിത്തൗട്ട് ആന്റിജനിക് സ്റ്റിമുലസ് ഈസ് കോൾഡ് ആസ് നാച്ചുറലി ഒക്വറിങ് ആന്റിബോഡി. അതായത് നമ്മുടെ ശരീരത്തിലൊക്കെ ആന്റിബോഡീസ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുമ്പം നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം റെസ്പോണ്ട് ചെയ്യും. അവിടെ അതിനെ ട്രിഗർ ചെയ്യുന്ന, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തോ അതാണ് നാച്ചുറലി ഒക്കറിങ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ആന്റിബോഡീസ് ആർ പ്രസന്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ബിഫോർ എനി എക്സ്പോസർ ടു എ സ്പെസിഫിക് ആന്റിജൻ. ഓക്കെ, these antibodies are important as they can become active before the response of the adaptive immune system. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അപ്പം നാച്ചുറലി ഒക്കറിങ് ആന്റിബോഡീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ദ യെല്ലോ കളർ ഈസ് ഇമ്പാർട്ടഡ് ടു ദി വെർട്ടിബ്രേറ്റ്സ് യൂറിൻ ബിക്കോസ് ഓഫ്. അപ്പം നമ്മുടെ യൂറിന് യെല്ലോ കളർ വരാനായിട്ടുള്ള കാരണം എന്താണ്? യൂറോക്രോം ആണ്. എന്താണ് യൂറോക്രോം? Urochrome is formed through the breakdown of bile pigments in the liver. ലിവറിലെ ബൈൽ പിഗ്മെന്റ്സിന്റെ ബ്രേക്ക് ഡൗണിലൂടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? യൂറോക്രോം ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പ്രിസീഡഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹിമോഗ്ലോബിൻ. ഓക്കെ, അത് പിന്നെ ബ്രേക്ക് ഡൗൺ എന്താണ്? ഹിമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗൺ ആണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. അടുത്തത്, അപ്പോൾ യൂറോക്രോം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, യൂറിന് യെല്ലോ കളർ വരുന്നത്. അടുത്ത പോയിന്റ്, ഗാംഗ്ലിയോസൈഡ്സ് ബിലോങ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ബയോമോളിക്യൂൾസ്? ഗാംഗ്ലിയോസൈഡ്സ് ഏത് ബയോമോളിക്യൂൾ ഗ്രൂപ്പിൽ പെടുന്നതാണ്? ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. എന്താണ് ഫോസ്ഫോലിപ്പിഡ്സ്? അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് ആർ കോമ്പൗണ്ട് ലിപ്പിഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ്സ്, നൈട്രജൻ ബേസ്, ആൽക്കഹോൾ ആൻഡ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? phosphoric acid, nitrogen base, alcohol and fatty acids. These compound lipids are major components of the cell membrane and also provide a fluid character to the membranes. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഗാംഗ്ലിയോസൈഡ്സ് ബിലോങ് ടു ഫോസ്ഫോലിപ്പിഡ് ഗ്രൂപ്പ് ഓഫ് ബയോമോളിക്യൂൾസ്. അടുത്തത്, in humans, the Alzheimer disease is linked with the deficiency of.
in humans, the Alzheimer disease is ലിങ്ക്ഡ് വിത്ത് ദ ഡെഫിഷ്യൻസി ഓഫ്. അപ്പം എന്തിൻ്റെ ഡെഫിഷ്യൻസി ആയി കണക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്? അസറ്റൈൽ കോളിൻ. എന്താണ് അസറ്റൈൽ കോളിൻ? എന്താണ് അസറ്റൈൽ കോളിൻ? എൻ എസ്റ്റർ ഓഫ് കോളിൻ ആൻഡ് അസറ്റിക് ആസിഡ് ദാറ്റ് സെർവ് ആസ് എ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് ഓഫ് നെർവ് ഇമ്പൾസസ് വിത്തിൻ ദ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പം നെർവ് ഇമ്പൾസിനെ എന്ത് ചെയ്യാണ്? ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നുള്ളത്? അസറ്റൈൽ കോളൈൻ എന്ന് പറയും. അപ്പം ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം എന്താണ്? നല്ല ശരിയായ രീതിയിൽ ഇമ്പൾസസ് എന്ത് ചെയ്യുന്നില്ല? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെ തന്നെ നമുക്കറിയാം വേണ്ട രീതിയിലുള്ള റിയാക്ഷൻസോ അല്ല ആക്ഷൻസോ ഒന്നും തന്നെ ബ്രെയിനിൽ നടക്കുന്നില്ല. അപ്പം അസറ്റൈൽ കോളൈൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ ബോത്ത് കോൺസെൻട്രേഷൻ ആൻഡ് ഫങ്ഷൻ ഇൻ പേഷ്യൻസ് വിത്ത് അൽഷൈമർ ഡിസീസ്. അപ്പം അസറ്റൈൽ കോളിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം അൽഷൈമർ ഡിസീസ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ന്യൂറോണുകൾ നശിക്കുകയാണ്. അവരുടെ ബ്രെയിനിലെ കോശങ്ങളും നമ്മുടെ നോർമൽ ബ്രെയിനിലെ കോശങ്ങളും എന്ന് പറയുന്നത് വ്യത്യസ്തം ഉണ്ടായിരിക്കും. അതൊരു കോൺട്രാക്ട് ചെയ്ത രീതിയിലായിരിക്കും അവരുടെ ബ്രെയിൻ കാണാൻ തന്നെ ഉണ്ടാവുക, സൈസ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ഓർഗനലെ സെർവിങ് ആസ് എ പ്രൈമറി പാക്കേജിംഗ് ഏരിയ ഫോർ മോളിക്യൂൾസ് ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെൽ ഈസ്. ഒന്നും കൂടി വായിക്കാം. ദ ഓർഗനലെ സെർവിങ് ആസ് എ പ്രൈമറി പാക്കേജിംഗ് ഏരിയ ഫോർ മോളിക്യൂൾസ് ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെൽ ഈസ്. ഏതാണ്? ഗോൾഗി അപ്പാരറ്റസ് ആണ് ആ ഓർഗനൽ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഗോൾഗി അപ്പാരറ്റസ്? which is an organelle in eukaryotic organisms that moves molecules from the endoplasmic reticulum to their destination. The organelle also modifies products of the endoplasmic reticulum to their final form. അതാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കണ്ടല്ലോ. അടുത്തതിലേക്ക് പോകാം. ഡാർട്ടിംഗ് മോട്ടിലിറ്റി. Darting motility which occurs in Vibrio cholera is also found in ഏതാണ്? Campylobacter. അപ്പോൾ Campylobacter infections are generally mild but can be fatal among very young children, elderly and immunosuppressed individuals. ജനറലി മൈൽഡ് ആണ് കാമ്പൈലോബാക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഏജിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. കാമ്പൈലോബാക്ടർ സ്പീഷീസ് ക്യാൻ ബി കിൽഡ് ബൈ ഹീറ്റ് ആൻഡ് തെറൗലി കുക്കിംഗ് ഫുഡ്. അപ്പം നമുക്ക് ഹൈജീനിക് അല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് കാമ്പൈലോബാക്ടർ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. To prevent Campylobacter infections, make sure to follow basic food hygiene practices when preparing food. അടുത്തതിലേക്ക് പോകാം. കൗണ്ടർ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അപ്പം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്താണെന്ന് ആദ്യം പറയണം. ഇറ്റ് ഈസ് എ ലബോറട്ടറി ടെസ്റ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് if a sample of tissue, blood or other body substance is infected with bacteria that causes TB or other illness. ഒന്നും കൂടി വായിക്കാം. എന്താണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് എ ലബോറട്ടറി ടെസ്റ്റ് ദാറ്റ് ഡിറ്റർമൈൻസ് ഇഫ് എ സാമ്പിൾ ഓഫ് ടിഷ്യൂ, ബ്ലഡ് ഓർ അതർ ബോഡി സബ്സ്റ്റൻസ് ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് ബാക്ടീരിയ ദാറ്റ് കോസസ് TB ഓർ അതർ ഇൽനെസ്. അപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ പോലെ കടന്നുകൂടിയാൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്തൊക്കെ സാമ്പിളുകൾ എടുക്കുക? ടിഷ്യൂ എടുക്കും, ബ്ലഡ് എടുക്കും, അല്ലെങ്കിൽ മറ്റ് ബോഡി സെറം എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ടെസ്റ്റാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൗണ്ടർ സ്റ്റെയിൻ ആണ് മെഥിലീൻ ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, മെഥിലീൻ ബ്ലൂ കൗണ്ടർ സ്റ്റെയിൻ imparts a contrasting color to the non-acid fast bacteria in the smear. ചിത്രത്തിൽ കണ്ടല്ലോ, നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് മെഥിലീൻ ബ്ലൂ കൗണ്ടർ സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, ഡാഷ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫോർമേഷൻ ഓഫ് cerebrospinal fluid. Dash contributes to the formation of cerebrospinal fluid. എന്താണ്? കൊറോയിഡ് പ്ലെക്സസ് ആണ്. എന്താണ് കൊറോയിഡ് പ്ലെക്സസ്? is a plexus of cells that arises from the chela choroidea in each of the ventricles of the brain. Okay, group of
സെൽസ് ആണ് കൊറോയിഡ് പ്ലക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫോർമേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ കൊറോയിഡ് പ്ലക്സസ് കൺസിസ്റ്റ് ഓഫ് എ ലെയർ ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് സറൗണ്ടിങ് എ കോർ ഓഫ് കാപ്പിലറീസ് ആൻഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കൊറോയിഡ് പ്ലക്സസ് ഓർത്ത് വെക്കുക, വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫോർമേഷൻ ഓഫ് CSF, കൊറോയിഡ് പ്ലക്സസ്. അടുത്തത് ലാസ്റ്റ് വൺ, ബാക്ടീരിയൽ ക്രോമസോം ഈസ്. എന്താണ് ബാക്ടീരിയൽ ക്രോമസോം ഈസ് ഡബിൾ സ്ട്രാൻഡഡ് ആൻഡ് സർക്കുലാർ. ഡബിൾ സ്ട്രാൻഡഡ് ആൻഡ് സർക്കുലാർ. അപ്പൊ സർക്കുലാർ DNA ആണ് എന്ത് ബാക്ടീരിയൽ ക്രോമസോം എന്ന് പറയുന്നത്. എ ബാക്ടീരിയൽ ക്രോമസോം ഈസ് ടിപ്പിക്കലി എ സിംഗിൾ സർക്കുലാർ ഡബിൾ സ്ട്രാൻഡഡ് DNA molecule that contains all or most of the genetic information of a cell. അതാണ് ബാക്ടീരിയൽ സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സർക്കുലാർ DNA അതാണ് ഇമ്പോർട്ടന്റ്. അപ്പം പാർട്ട് 5